മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്വാർത്ഥരായ മനുഷ്യരായി മലയാളി മാറുകയാണോ? കൺമുന്നിൽ ഒരു പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായാൽ പോലും പ്രതികരിക്കാത്ത ജന്മങ്ങൾ. മലപ്പുറത്ത് ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമമുണ്ടായി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? ബസ് ജീവനക്കാർ 15-കാരിയെ പെരുവഴിയിൽ ഇറക്കിവിട്ടുവെന്ന് മാത്രമല്ല, ആക്രമിയെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി കരഞ്ഞുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കണ്ട നാട്ടുകാർ സംഭവത്തിൽ ഇടപെട്ടതോടെ സീൻ മാറി. ഒടുവിൽ ബസ് നാട്ടുകാർ തടഞ്ഞിട്ടു. പിന്നീട് പോലീസ് എത്തിയിട്ടും അന്വേഷണത്തിന് മുതിരാതെ കൈയൊഴിയാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. വളാഞ്ചേരിയിൽ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. കോട്ടയ്ക്കലിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ്ത് എന്ന സ്വകാര്യ ബസ്സിലാണ് 15-കാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയ ശേഷം ഒറ്റയ്ക്കായ പെൺകുട്ടിയെ പിന്നിൽ നിന്ന് ഒരാൾ കയറിപ്പിടിക്കുകയായിരുന്നു. ഇക്കാര്യം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ നിൽക്കാതെ ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ ഇറക്കിവിട്ടെന്നാണ് പരാതി. പെൺകുട്ടിയെ കടന്നുപിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ സ്റ്റാൻഡിൽ ഇറങ്ങി രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. തുടർന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത്. വഴിയിൽ കരഞ്ഞുകൊണ്ടുനിന്ന പെൺകുട്ടി നാട്ടുകാരെ വിവരമറിയിക്കുകയും വളാഞ്ചേരിയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്ന ബസ് നാട്ടുകാർ തടയുകയുമായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. എന്നാൽ കാര്യമായ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതെ പോലീസും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് വേഗത്തിൽ നടപടി അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് ആക്ഷേപമുണ്ട്. കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ നിന്നാണ് വിദ്യാർത്ഥിനി സഹപാഠികൾക്കൊപ്പം ബസ്സിൽ കയറിയത്. തുടർന്ന് വളാഞ്ചേരി യാറമാളിന് സമീപം സുഹൃത്തുക്കളെല്ലാം ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു അതിക്രമം. പ്രതിയെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറക്കിവിട്ടെന്നും ബസ് യാത്രക്കാർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം താൽപര്യം നോക്കിയ ബസ് ജീവനക്കാർക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരൂർ.